ചേച്ചി ഒരു ചെറിയ ഡൗട്ട്. കാര്യം നമ്മളെ കല്യാണത്തിന് മുമ്പ് പായസം കുടിക്കുന്നുണ്ട്. ചില വീട്ടിൽ ഇപ്പം ഇത് ഒരു ഗ്ലാസ് പ്രഥമൻ കുടി അമ്മ കുടിക്കും, ചില ഇന്ന് ഒരു ഗ്ലാസ് പായസം കുടി. അപ്പൊ ഈ പായസവും പ്രഥമനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് സാർ? പായസം പ്രഥമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഥമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവ് എന്നുള്ളതിന്റെ അർത്ഥത്തിലാണ് പ്രഥമൻ എന്ന് പറയുന്നത്. പായസം തന്നെയാണ് അത്. പായസത്തിന്റെ രാജാവ് അങ്ങനെയാണ് അതിന്റെ. ഇത് അറിയാതാണ് ഈ ജഡ്ജ്മെന്റ് ചെയ്യാൻ വന്നത്. അല്ല, എനിക്കറിയില്ലായിരുന്നു. ഞാൻ സത്യം വിചാരിച്ച പ്രഥമെന്ന് വിചാരിക്കുമ്പോ ശർക്കര പായസത്തിനാണ് കൂടുതലും അങ്ങനെ പറയാറ്. പാലടയ്ക്കും പാലട പ്രഥമൻ എന്നാണ് പറയുന്നത്. സദ്യയിൽ കേമൻ അല്ലെ, അതാണ് അർത്ഥം. ഇത് സംഭവം പറഞ്ഞപ്പം ഈ ഡയാനയുടെ കല്യാണം കഴിഞ്ഞിട്ടൊരു 2 മാസമായുള്ളൂ. പയ്യൻ മലപ്പുറത്തുകാരനാണ്, ഡയാന ട്രിവാൻഡ്രം. അപ്പം ഡയാന വിചാരിച്ചു അവന്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അവന് വിചാരിച്ചു ഡയാനയുടെ ഉമ്മ പഠിപ്പിച്ച അരിപ്പായസം വെച്ച് കൊടുക്കാം. അവന് സർപ്രൈസ്. അപ്പൊ അവൻ വർക്കുണ്ട്, ഷൂട്ടിന് പോയി. അപ്പൊ വൈകുന്നേരം വന്നപ്പം ഡയാന ഈ അരിപ്പായസം വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അരിയൊക്കെ കഴുകി അങ്ങോട്ട് കുക്കറിലൊക്കെ ഇട്ട് രാത്രി ഒരു 10:30 മണിയായപ്പോ അമീൻ വന്നു. അപ്പൊ വന്ന് പറഞ്ഞ കഥ ഒക്കെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ കെട്ടിപ്പിടിച്ച് അവിടെ കൊണ്ടിരുത്തി ഒരു പാത്രത്തിന് അങ്ങോട്ട് കോരി വെച്ച് കൊടുത്ത് ഒരു സ്പൂൺ കുടിച്ചിട്ട് ഇങ്ങനെ മുഖത്ത് നോക്കി ഡയാനെ നോക്കി, എന്നിട്ട് പറഞ്ഞ് പറ എങ്ങനെ ഉണ്ട്. അപ്പൊ അവൻ പറഞ്ഞു സൂപ്പർ, ഇച്ചിരി പയറും ചമ്മന്തി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ. അപ്പൊ സംഭവം അറിയാമോ, ഇവിടെ വെറുതെ നിന്നാൽ പോലും ഉറങ്ങിപ്പോവും. ഈ അരി അടുപ്പിട്ടിട്ട് ഇവള് ഉറങ്ങിപ്പോ. ഇതിനകത്ത് തേങ്ങ ഇടാൻ മറന്നുപോയി, പഞ്ചസാര ഇടാൻ മറന്നുപോയി, പാലൊരു എല്ലാം മറന്നുപോയി. വന്നപ്പം എടുത്തങ്ങ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യമായിട്ട് ബർത്ത്ഡേക്ക് പയറും ചമ്മന്തി ഇല്ലാതെ കഞ്ഞി കുടിച്ചത്. അതങ്ങനെ സംഭവിച്ചു പോയി. പിന്നെ എന്റെ ഭർത്താവ് എല്ലാം സഹിക്കുന്ന ഒരാളായത് കൊണ്ട് ക്ഷമിച്ചു അല്ലേ. പിന്നെ എന്ത് കൊടുത്താലും അവൻ കഴിക്കും ചേച്ചി, കഷ്ടം. പിന്നെ നോബിച്ചേട്ടാ വേറെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, അയ്യോ അത് എടുത്തില്ലല്ലോ. ഇനി ഗിഫ്റ്റ് ആണോ? ഇനി ചമ്മന്തിപ്പൊടിയല്ല, വേറെ ഒരു വെറൈറ്റി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതെ, നിങ്ങള് ഇവിടെ ശ്രദ്ധിക്കല്ലേ കേട്ടോ, അടിയിൽ പിടിച്ച് മാർക്ക് പോകും കേട്ടോ. നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചാൽ മതി. അതെ, ഇതോ ഇരിക്കുന്ന ആരാണ്? ആ മോളെ എനിക്കറിയാലോ. ഏത് രണ്ടാമത്തെ മൂന്നാമത്തെയാ? രണ്ടാമത്തെ അവള് കുഞ്ഞിതാ. കുഞ്ഞിത് ഹലോ, നിങ്ങളെ രണ്ടുപേരാ. ഹലോ, അറിയോ? ഓർമ്മയുണ്ടോ? ഇപ്പൊ സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ മാറി പാചകമൊക്കെ തുടങ്ങിയോ? വെരി ഗുഡ്. നേരത്തെ അറിയോ? അതറിയാമോ? ആവശ്യം ചേച്ചി. ആ വാ മോളെ പറഞ്ഞുതരാം. കൊച്ചുമായിട്ട് എന്നാ കഥ? അതെന്താ ചേച്ചിന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ അമൃതയില് വൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡപ്പ് കോമഡി ഷോ ഉണ്ടായിരുന്നു, കോമ്പറ്റീഷൻ ആയിരുന്നു. അവിടെ കുഞ്ഞ് വന്നിട്ടുണ്ട്. കുഞ്ഞായിരുന്നു കേട്ടോ, ഇപ്പൊ നല്ല വലുതായി. മോളെ പേര് പറ. അമൃത. ചേച്ചി, ഇത് അമൃതയും അമൃതയുടെ അമ്മയും കൂടെ അവിടെ നിൽക്കുന്നു. അപ്പൊ ഞങ്ങള് വന്ന് കയറി അവിടെ നിന്ന്. അപ്പൊ അവിടെ വന്നിട്ട് ബ്രിജിറ്റ് പറഞ്ഞു, ഡയന ആ നിൽക്കുന്ന കുട്ടിയെ അറിയാമോ? ആ കുട്ടി ഡയാനയുടെ കൂടെ നമ്മുടെ അമൃതയിലെ സ്റ്റാൻഡപ്പ് കോമഡിയിലുള്ളതാണ്. ആണോ എന്ന് പറഞ്ഞ് ഡയാന ശരി പ്രശ്നമുള്ള ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോഴേ കുഞ്ഞ് ഏലക്കെടുക്കാൻ അങ്ങ് താന്നു. അമ്മ അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഏത് ആ രണ്ടാമത് നിൽക്കുന്നു? ആ അറിയാം, വളർന്നു പോയി കേട്ടാ. ഞാൻ പറഞ്ഞ് അത് അമ്മയാണ്, മോള് പിന്നേക്ക് പട് കൊച്ചു സൂര്യ ഉദിക്കും പോലെ ഏലക്കെ കൊണ്ടുപോയി. ഇവളുടെ ഫേസ് കൊണ്ട് ഒരു കുട്ടി പെട്ടെന്ന് ഇത്രയും വലുതായി പോയെന്ന് ചിന്തിച്ചു. സ്വാഭാവികം. മോളെ കൊച്ച പായസം വെക്കുന്നുണ്ട്. അതാണ് ഇതൊക്കെ എപ്പോ സംഭവിച്ചു? സ്റ്റാൻഡപ്പ് പാചകത്തിലും പാചകമാണ് ഏറ്റവും നല്ലതെന്ന് കൊച്ചിന് മനസ്സിലായി അല്ലേടാ? ഏത് പായസമാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഉണ്ടാക്കുന്നത് ചക്കപ്രഥമൻ.